ഹലോ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പാനിയർ റാക്കിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഈ പാനിയർ റാക്ക് ഞാൻ 5000 കിലോമീറ്റർ ഉപയോഗിച്ചതിന് ശേഷമാണ് റിവ്യൂ ചെയ്യുന്നത്. ഈ റാക്ക് ഒരു ട്രഡീഷണൽ ഫ്രെയിംഡ് പാനിയർ റാക്കാണ്. എൻ്റെ കന്യാകുമാരി കാശ്മീർ യാത്രയിൽ ഞാൻ ഈ പാനിയർ റാക്കാണ് എൻ്റെ ലഗേജസ് ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് ലഗേജസ് ഉണ്ടായിരുന്നത് ഏകദേശം ഒരു 14 കിലോകളാണ്. മാക്സിമം ഒരു 12 കിലോയാണ് ക്യാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു റാക്ക് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കുള്ളൂ. ഈ റാക്കിൻ്റെ മോഡൽ നെയിം ബിറ്റ്വീൻ 100, 24, 28 ബൈക്ക് പാനിയർ റാക്ക് എന്നാണ്. മോഡൽ നെയിമിൽ 24 to 28 എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് 24 to 28 വരെയുള്ള വീൽ സൈസുകളിൽ ഇത് ഉപയോഗിക്കാം. അതായത് 24, 26, 28 കൂടാതെ 700cc നമുക്ക് ഈ സെയിം റാക്ക് തന്നെ ഉപയോഗിക്കാം. എൻ്റെ സൈക്കിള് ഒരു 700cc വീൽ സൈസായിരുന്നു. ഈ കാണുന്നത് റാക്കിൻ്റെ കൂടെ വരുന്ന ടാഗാണ്. അപ്പോൾ ടാഗിൽ നമ്മൾ ഈ പറഞ്ഞ വീൽ സൈസിൻ്റെ കാര്യമെല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റാക്കിൻ്റെ കപ്പാസിറ്റി 10 കിലോയാണ്. കൂടാതെ ചൈൽഡ് സീറ്റ് ഈ റാക്കായിട്ട് കോമ്പാക്റ്റബിൾ അല്ലെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാനുഫാക്ചറിങ് മെറ്റീരിയൽ സ്റ്റീലും അലുമിനിയമാണ് വരുന്നത്. അതിൽ ഒരു 90% സ്റ്റീലാണ്, ബാക്കിയുള്ള ഒരു 10% ഉള്ളൂ അലുമിനിയം. ഈ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് അലുമിനിയത്തിൽ വരുന്നത്. ഇത് ക്യാരിയറിൻ്റെ ഒപ്പം കിട്ടുന്ന മാനുവലാണ്. അപ്പോൾ ക്യാരിയറും അതിൻ്റെ ലെഗ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. 14mm 6 നെറ്റ് ഉണ്ടാവും, പിന്നെ 10mm 2 നെറ്റ് ഉണ്ടാവും, 8 വാഷർ ഉണ്ടാവും, ക്യാരിയറിൻ്റെ ലെഗ്സ് 2 ഉണ്ടാവും. പിന്നെ കൂടാതെ ഇത് അസംബിൾ ചെയ്യാനായിട്ട് ഒരു ചെറിയ സ്പാനറും പിന്നെ ഒരു അലൻ കീയും കൂടെ ഉണ്ടാവും. ഈ ക്യാരിയർ വാങ്ങുമ്പോൾ ക്യാരിയർ അസംബിൾ ചെയ്യാനുള്ള ടൂൾസ് കൂടെ കിട്ടും. അപ്പോൾ അതിൽ വരുന്നത് 2 അലൻ കീയും ഒരു സ്പാനറുമാണ്. ഈ ക്യാരിയറും സീറ്റ് പോസ്റ്റായിട്ടുള്ള ഡിസ്റ്റൻസ് ഈ ഒരു ക്ലാമ്പ് വെച്ചാണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ലെങ്ത്ത് കൂട്ടുകയോ ലെങ്ത്ത് കുറയ്ക്കുകയോ നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ചെയ്യാം. ഈ പോർഷൻ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് 3 ഹോളുണ്ട്, പിന്നെ ഈ അലുമിനിയത്തിൻ്റെ റോഡിൽ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ഹോളിലാണ് ഇടേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഹോളിലേക്ക് ഇട്ടിട്ട് ആ നെറ്റ് വെച്ച് സ്ക്രൂ ചെയ്യാം. പിന്നെ ഈ ക്യാരിയർ ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്യാരിയർ ഗ്രൗണ്ടായിട്ട് പാരലായിരിക്കണം. അല്ലെങ്കിൽ ഇത് ചരിവ് വരാണെങ്കിൽ ഒരു സൈഡിലേക്ക് വെയിറ്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ക്യാരിയർ ഫിറ്റ് ചെയ്തതിന് ശേഷം ചെക്ക് ചെയ്ത് നോക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ സൈക്കിളിൻ്റെ മൂവിങ് പാർട്സിൽ എവിടെയെങ്കിലും ഈ ക്യാരിയർ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം റൈഡ് ചെയ്ത് നോക്കുക, ക്യാരിയർ ടയറോ അല്ലെങ്കിൽ ബ്രേക്കിൻ്റെ ഏതെങ്കിലും പാർട്സ് ആയിട്ടോ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന്. പിന്നെ ഡിസ്ക് ബ്രേക്ക് ആണെങ്കിലും അതുപോലെ തന്നെ ചെക്ക് ചെയ്യണം, ഡിസ്ക് ഈ ക്യാരിയറിൻ്റെ ഏതെങ്കിലും പോർഷനായിട്ട് ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന്. ക്യാരിയറിൻ്റെ പുറകിൽ ഈ കാണുന്ന സെൻറ്ററിൽ കാണുന്ന ഈ വലിയ ഹോള് വൂക്ലിപ്പ് എന്ന് പറഞ്ഞൊരു ബിറ്റുവിൻ്റെ ഒരു ബ്ലിങ്കർ ഉണ്ട്, അത് അറ്റാച്ച് ചെയ്യാനുള്ളൊരു ഹോളാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബ്ലിങ്കർ. ഈ ക്യാരിയറിൻ്റെ വെയിറ്റ് 1220 ഗ്രാം മാത്രമാണ്. പിന്നെ ഇതിൻ്റെ വാറണ്ടി 2 വർഷമാണ് വരുന്നത്. ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇത് ഏതെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ, അതായത് ഈ ക്യാരിയറിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലുള്ള മോഡിഫിക്കേഷൻ വരുത്തുകയാണെങ്കിൽ നമുക്ക് വാറണ്ടി കിട്ടില്ല. റാക്കിൻ്റെ MRP മെൻഷൻ ചെയ്തിരിക്കുന്നത് 1300 ആണ്. ഇത് നമുക്ക് ഡെക്കാത്ലോണിൽ നിന്ന് 800 രൂപയ്ക്ക് കിട്ടും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാനിയർ റാക്ക് നോക്കുന്ന എല്ലാവർക്കും ഒരു ബെറ്റർ ഓപ്ഷനാണ് ഈ B20 മോഡൽ. മാനുഫാക്ചേഴ്സ് 10 കിലോ മാത്രം കപ്പാസിറ്റി പറയുന്ന ഈ പാനിയർ റാക്കിൽ ഞാനൊരു 12 കിലോ 14 കിലോ വെയിറ്റ് 4500 കിലോമീറ്റർ വെച്ച് ചവിട്ടിയതാണ്. പിന്നെ നമ്മൾ സാധാരണ ടിപ്പിക്കൽ റാക്കിൻ്റെ പോലെ തന്നെ ചെറിയ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ ഇവിടെ നമുക്ക് വെച്ചുകൊണ്ട് പോകാനുള്ള ഓപ്ഷൻ കൂടെ ഉണ്ട്. ഒരു 10 കിലോ 12 കിലോയിൽ താഴെ മാത്രം വെയിറ്റ് ക്യാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ ക്യാരിയർ നല്ലൊരു ഓപ്ഷനാണ്. ഒരു 12 കിലോ കൂടുതൽ വെയിറ്റ് ക്യാരി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ റാക്കല്ലാതെ വേറൊരു റാക്ക് എടുക്കുന്നതായിരിക്കുള്ളൂ നല്ലത്. അത് നമുക്ക് പ്രീമിയം ബ്രാൻഡ്സായ ആക്സിയം അല്ലെങ്കിൽ സീഫാൾ അതുപോലത്തുള്ള ബ്രാൻഡ്സിൻ്റെ റാക്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഏകദേശം ഒരു 3600 ആ ഒരു പ്രൈസ് റേഞ്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമല്ലാതെ സൈക്ലിങ്ങോ ടൂറിങ്ങോ ആയിട്ട് ബന്ധപ്പെട്ട സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ഞാനത് അടുത്ത വീഡിയോയിൽ മറുപടി പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.